ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. കുറച്ച് സന്തോഷവും കുറച്ച് സങ്കടവും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സന്തോഷം ഉള്ള കാര്യങ്ങൾ ആദ്യം പറയാം, ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഖത്തറിലുള്ള ഒരു ബ്രോ കമൻറ്റ് ചെയ്തിരുന്നു. ഖത്തറിനാണ് വീഡിയോ കാണുന്നത്, മുന്നർക്കോടാണ് ബ്രോൻ്റെ സ്ഥലം, വളരെ നൊസ്റ്റാൾജിക്കായ ഫീലിങ്സാണ് ഈ യൂട്യൂബിൽ വീഡിയോസൊക്കെ കാണുമ്പോൾ എന്നൊക്കെ. എനിക്ക് ഒരുപാട് സന്തോഷം കിട്ടും. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് എന്താ പറയുക, ഇപ്പോൾ ഞാനൊരു സെൻട്രൽ ഗവൺമെൻറ് ജോലി റിസൈൻ ചെയ്തു വന്നൊരു മനുഷ്യനാണ്. നാട്ടിലെ പൂരങ്ങൾ, ഉത്സവങ്ങൾ, വടംവലി, നാട്ടിലെ വൈബ്, യാത്രകൾ, ഫുഡ്, ഈ ഗ്രാമത്തിൻ്റെ പച്ചപ്പ്, ഗ്രാമത്തിലെ ആളുകൾ, അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഇത് മിസ് ചെയ്യാൻ തീരെ പറ്റാത്തതുകൊണ്ട്, നാട്ടിൽ നിൽക്കണം ആഗ്രഹമുള്ളതുകൊണ്ട്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുകൊണ്ടാണ് ഞാൻ ആ സമയത്ത് ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. എനിക്കങ്ങനെ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്നതോ ക്യാമറ നോക്കി സംസാരിക്കുന്നതൊക്കെ വളരെ പേടിയുള്ള സാധനമാണ്. എഡിറ്റിംഗ് ഒന്നും കാര്യമായിട്ട് അറിയില്ല, ഓരോന്നും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. പിന്നെ ഈ എരിവൊരു സഞ്ചാരവും ഉള്ള ഒരു മനുഷ്യനാണ്. അതേപോലെ അത്ര ധൈര്യമില്ലാത്തൊരു മനുഷ്യൻ. ഇതിൻ്റെയൊക്കെ ഒരു കാര്യമുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ ഈ ചെറിയ യൂട്യൂബ് ചാനലായിട്ട് പോലും, അതായത് 3100 സബ്സ്ക്രൈബേഴ്സാണ് ഇപ്പോൾ നിലവിലുള്ളത് ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതിൽ ഇങ്ങനെയൊക്കെയുള്ള കമൻറ്റുകൾ വരിക എന്ന് പറയുന്ന സമയത്തോളം അത് ഒരുപാട് നന്ദിയുണ്ട്. എനിക്കത് വല്ലാണ്ട് ഊർജ്ജം തരുന്നത്. നമുക്ക് പലപ്പോഴേ ഇത് ഇങ്ങനെയുള്ള ഒരു യൂട്യൂബ് ചാനൽ നല്ല എന്ത് കാര്യമായാലും അതിൽ പ്രതികരണങ്ങൾ കിട്ടിത്തുടങ്ങുമ്പോഴേ നമുക്ക് കിട്ടുന്ന സന്തോഷം വളരെ വലുതാണ്. പലപ്പോഴും എന്താ വെച്ചാൽ ഒരാളും തിരിഞ്ഞു നോക്കാനില്ല നമ്മുടെ ചാനലിലേക്ക് എന്നൊക്കെ ഉള്ള ഒരു സങ്കടമൊക്കെ എനിക്ക് പലപ്പോഴും ഉണ്ടായിരുന്നു. അതുപോലെ സബ്സ്ക്രൈബേഴ്സ് കണ്ട് കൂടുന്നില്ല, അങ്ങനെ കുറേ കാര്യം. അതായത് നമ്മുടെ ചാനലിൻ്റെ പോരായ്മ തന്നെയാണത്. പക്ഷേ എന്നാലും നമുക്ക് ഇങ്ങനെ തോന്നുക എന്തത്, ഇപ്പോൾ ചില സാധനങ്ങളൊക്കെ നമ്മൾ കുറച്ച് പ്രതീക്ഷകൾ വെച്ചിട്ടാകും ചില വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതൊന്നും വേണ്ട രീതിയിൽ ക്ലിക്ക് ആവാണ്ട് വരുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് അറിയാണ്ടുള്ള കുറേ വിഷയങ്ങളുമുണ്ട്. അതേപോലെ അങ്ങനെയൊക്കെയുള്ള കുറേ വിഷമങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിൽ നിങ്ങളെ കമൻറ്റുകളും ഒരു സന്തോഷം. അതിൽ പൂക്കുട്ടി കളിയാവിൽ കാളവേലേക്ക് പോയ സമയത്ത് അവിടുന്ന് കുറച്ച് പേരൊക്കെ ഒന്ന് സംസാരിക്കലൊക്കെ ഉണ്ടായിരുന്നു. അത് ഒരുപാട് ഇപ്പോൾ പല കാവുകളിലും പോകുമ്പോൾ ചിലവരൊക്കെ ഒന്ന് സംസാരിക്കലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് എന്താ പറയുക, എനിക്ക് പേരറിയാത്ത ചെന്നവരെ കണ്ടിട്ടില്ലാത്ത കുറച്ച് ആളുകൾ വന്നിട്ട് പൂക്കുട്ടി വന്ന് സംസാരിക്കലും വളരെ പോസിറ്റീവായ രീതിയിൽ സംസാരിക്കുക. അതേപോലെ നമ്മുടെ ചാനലിനെ കുറിച്ച് സംസാരിക്കുക. സത്യം പറഞ്ഞാൽ അപ്പോഴും അവരത് പറഞ്ഞ സാധനം നമ്മുടെ വളരെ ചെറിയ യൂട്യൂബർ അല്ലേ ഇതൊക്കെ നോക്കുമ്പോഴേ എനിക്ക് സത്യം പറഞ്ഞത് നടക്കട്ടെ കേൾക്കുമ്പോൾ. കാരണം നമ്മുടെ ചെറിയ ചാനലാണ്, ഒന്നും അങ്ങനെ യൂട്യൂബർ എന്നൊന്നും പറയാനുള്ള കോലത്തിലൊന്നും നമ്മളായിട്ടില്ല. അപ്പോൾ ഞാൻ ചെറിയൊരു ചാനലുണ്ട്, ആ രീതിയിലാണ് സംസാരിക്കില്ല. അപ്പോൾ എനിക്കിതൊക്കെ കേൾക്കുമ്പോഴേ ഭയങ്കര ഒരുപാട് എന്നെ ബാധിക്കുന്ന, സന്തോഷം തരുന്ന ഒരു കാര്യമാണത്. അപ്പോൾ ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു യു ബ്രോ. പിന്നെ അങ്ങനെയുള്ള കുറേ ചങ്കും കയറലുകളുണ്ട് പല പ്രായത്തിലുള്ളത്. ഇപ്പോൾ പൂക്കുട്ടി കളിയാവിൽ നിൽക്കുന്ന സമയത്ത് പൂക്കുട്ടാവിൽ നിന്നുള്ള ഒരു ചെറിയൊരു പയ്യൻ വന്നിട്ട്, വളരെ ചെറിയൊരു പയ്യൻ വന്നിട്ട് സംസാരിക്കലുണ്ടായി. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴേ, അപ്പോൾ ഞാൻ ആ വീഡിയോ കട്ട് ചെയ്തിട്ട് മൂപ്പരോട് ഇങ്ങനെ സംസാരിച്ച് കുറച്ച് തരാം. അപ്പോൾ പൂക്കുട്ടാളിയാവ് അവിടെ പരിസരത്ത് തന്നെയാണ് വീട് എന്നൊക്കെ പറയുന്നത്. അതേപോലെ പല കാവുകളിലേക്കും പോകുന്ന സമയത്ത്, ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്തൊക്കെ വീഡിയോസ് കാണുന്ന ആളുകളെ കാണുന്ന ഭയങ്കര സന്തോഷം അത്. അപ്പോൾ എനിക്കിത് ഒരുപാട് ഇമ്പ്രൂവ് ആവാനും, കൂടുതൽ വീഡിയോസ് ചെയ്യാനും, കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എത്താനും, കുറച്ചുകൂടി നന്നായിട്ട് എഡിറ്റിംഗ് പഠിച്ചിട്ട് വേണ്ട രീതിയിൽ കുറച്ചുകൂടി വൃത്തിപിടിപ്പിലെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉള്ള ഒരു പ്രേരണ അത് തരുന്നുണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണിത്, സന്തോഷം തരുന്ന കാര്യങ്ങൾ. പിന്നെ അതുപോലെ 3000 സബ്സ്ക്രൈബേഴ്സിന് മുകളിലായി നമ്മുടെ യൂട്യൂബ് ചാനലിൽ. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. കുറച്ച് ദിവസമായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. വാച്ച് അവറും വലിയ കുഴപ്പമില്ലാണ്ട് കയറി വരുന്നുണ്ട്. പിന്നെ അപ്പോൾ ഇതിങ്ങനെയൊക്കെ ഒരു കാര്യമുണ്ട്. പിന്നെ പലരും ചോദിക്കുന്നുണ്ട് പൈസ കിട്ടിയോ, എത്ര പൈസ കിട്ടി, എങ്ങനെയെന്ന്. സത്യം പറയാം, ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് 1079 രൂപ എന്തോണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കയറിയിട്ടുള്ളത്. അത് 8000 രൂപയുടെ മുകളിൽ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് ഇതൊന്നും കാശൊന്നും കിട്ടി തുടങ്ങിയില്ല. അത് 8000 രൂപ $100 ആയിട്ടുണ്ടെങ്കിലാണ് നമുക്കൊന്ന് വിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 8500 ഏകദേശം വരും. ഏകദേശം 8000 ഏകദേശം ഒരു 84-83 ആണല്ലോ ഇന്നത്തെ ഡോളർ. ഒരു ഡോളർ പറഞ്ഞാൽ എത്ര 84 രൂപ എന്തോ അല്ലേ വരണത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. പിന്നെ സങ്കടം തരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സങ്കടം എന്ന് പറയാൻ പറ്റാറില്ല, എന്നാലും നിങ്ങൾക്ക് ചില സമയത്തൊക്കെ ആലോചിക്കുമ്പോഴേ എന്താ അതിങ്ങനെയെന്നൊക്കെ തോന്നുന്ന ഒരു സംഗതി എന്താ വെച്ചാൽ, ഞാൻ യൂട്യൂബിൻ്റെ നമ്മൾ YT സ്റ്റുഡിയോയിൽ പോയിട്ട് അനലിറ്റിക്സ് എടുത്ത് നോക്കുമ്പോഴേ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും എത്ര സബ്സ്ക്രൈബേഴ്സ് ഇത്ര ദിവസം കൊണ്ട് കയറി, അങ്ങനെ ഏത് പ്രായത്തിലുള്ള ആളുകൾ കാണണമെന്നൊക്കെ. അപ്പോൾ ഇതിലെ സംബന്ധിച്ച് അതിലെ 90% മുകളിൽ ആളുകൾ, നമ്മുടെ യൂട്യൂബിൽ വീഡിയോ കാണുന്ന ആളുകൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടതിന് വീഡിയോസ് കാണുന്നത്. അപ്പോൾ എനിക്കത് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമം തരുന്നൊരു കാര്യമാണ്. നമ്മുടെ പോരായ്മകൾ കൊണ്ട് തന്നെ ആയിരിക്കും, എന്നാലും ഭയങ്കര വിഷമമുണ്ട്. എനിക്ക് കാരണം എന്താണെന്ന് ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്ത് തന്നാൽ നന്നായിരിക്കും. 90% മുകളിൽ യൂട്യൂബ് ചാനൽ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോസ് കാണുകയെന്ന് പറയുമ്പോൾ ഇവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. 10,000 മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ആവേണ്ട ടൈമായി. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ
അപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് വൃത്തിയായിട്ട് ഇത് ചെയ്യണമെന്നുണ്ട്. അതോ ഞാൻ വീഡിയോസ് ചെയ്യണമെന്നുണ്ട്. അതോ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് നിങ്ങളുടെ അടുത്ത് പറയാത്തതുകൊണ്ടാണോ സബ്സ്ക്രൈബ് ചെയ്യാത്തത്? അതോ മനഃപൂർവ്വം സബ്സ്ക്രൈബ് ചെയ്യില്ല എന്നുള്ളതുകൊണ്ടാണോ? അതോ നിങ്ങൾക്ക് ഇത് വീഡിയോസ് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണോ? അതോ എന്താ സംഭവം മനസ്സിലാവുന്നില്ല. അതോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്നത് കൊണ്ടാണോ? സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്നത് കൊണ്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഗ്രാമവുമായി ബന്ധപ്പെട്ടുള്ള വൈബും സാധനങ്ങളും ഉത്സവങ്ങളും ഇതൊക്കെയാണ് ഇതിൽ മെയിൻ കണ്ടൻറ്റ് വരുന്നത്. ഇനി ഫുഡും അതും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്. പിന്നെ അത്യാവശ്യം എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണ്. ഫുഡ് കഴിക്കാൻ മാത്രമല്ല കുക്കിംഗ് ഇഷ്ടമാണ്. ഫുഡ് കഴിക്കാനും ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ എന്താ വെച്ചാൽ വെയിറ്റൊക്കെ കുറച്ചിട്ട് വടംവലി ഒക്കെ വെയിറ്റ് കുറച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ കൂടുതൽ ഫുഡ് ഒരുപാട് അടിച്ച് കയറ്റാൻ പറ്റില്ല. അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കണമെന്നുണ്ട്. അപ്പോൾ എല്ലാ കാലത്തും ഇവിടെ കാളവേലയും ഉത്സവങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. ഇപ്പോൾ സീസൺ ഓണാണെന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ സീസൺ ഓഫായിരിക്കും. ഇപ്പോൾ മെയ്യോട് കൂടി ഇത് തീരും. ഇപ്പോൾ മാർച്ച് പകുതിയായല്ലോ, പകുതിയാവാറായി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെപ്പോലെ ചെറിയ യൂട്യൂബേഴ്സിന് ഇത് വളരെ സന്തോഷമായി. ഇപ്പോൾ നമുക്ക് ഒരു മാസം ഇന്നൊരു 5000 രൂപയ്ക്ക് 5000 രൂപ യൂട്യൂബ് ചാനൽ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണത്. അപ്പോൾ എത്ര രൂപ കിട്ടിയെന്നല്ല, നമുക്കത് ഇപ്പോൾ അത്യാവശ്യം ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ തന്നെ നമുക്ക് വണ്ടിയിൽ എണ്ണ അടിക്കാനും അല്ല, ഞാൻ അങ്ങനെ പറയല്ല കേട്ടോ, നമുക്ക് പ്രായോഗികമായിട്ട് ജീവിക്കുന്ന സമയത്ത് അപ്പോൾ അങ്ങനെയൊക്കെ കാര്യമുണ്ട്. പിന്നെ രാത്രി സമയത്തൊക്കെ പോകുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഷോർട്സ് വീഡിയോസ് ഇടാൻ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ലോങ് വീഡിയോസ് കിട്ടണമെങ്കിൽ നമ്മൾ ആ സ്ഥലത്ത് അവിടെ എത്തണം. അപ്പോൾ അതിൻ്റേതായ പ്രായോഗികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂട്യൂബ് ചാനലിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, നമ്മൾ പ്രോത്സാഹിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഒരുപാട് സന്തോഷം തരുന്ന, നമുക്ക് കൂടുതൽ ഊർജ്ജം തരുന്ന ഒരു കാര്യമാണ്. പിന്നെ നമുക്കറിയാവുന്ന ഈ രാത്രി സമയത്താണ് ഉറക്കമില്ലാണ്ട് നമ്മൾ ചെയ്യുമ്പോഴേ ഞാൻ പലപ്പോഴും ആലോചിക്കുന്നുണ്ട്, ഈ കാളക്കാരെയൊക്കെ സമ്മതിക്കണം. ഉറക്കമില്ലാണ്ട് പാവങ്ങൾ ഉറക്കമില്ലാണ്ട്. അപ്പോൾ ഇത് ആ വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ പോകുന്ന സമയത്ത് ഇപ്പോൾ പലരും നമ്മുടെ പറയുന്നുണ്ട് കേട്ടോ, അങ്ങ് ഇപ്പോൾ തൃപ്പറ്റേക്ക് വായോ ബ്രോ, തൃപ്പറ്റേക്ക് പോയിരുന്നു, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് വായോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ ഈ മാസം തന്നെ കുറേ സ്ഥലങ്ങളിലേക്ക് ക്ഷണമുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇതൊന്നും ഞാൻ തീരെ പ്രതീക്ഷിച്ചല്ല ഈ കാര്യങ്ങളൊന്നും. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പോൾ പല ആളുകളും എന്താ വെച്ചാൽ കമ്മിറ്റിക്ക് വിളിക്കുക, ഞങ്ങളുടെ കമ്മിറ്റിയെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ്. ഞാനത് മോശമാണെന്നല്ല പറഞ്ഞത്, അങ്ങനെയാണ്. പക്ഷേ അങ്ങനെ അല്ലാണ്ട് വായോ പൂരത്തിന് വായോ വീട്ടിലേക്ക് വായോ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കണ കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ അത് എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇൻട്രോവേർട്ടായ ഒരാളായതുകൊണ്ട് കുറച്ച് നാണകുണിയായി, അങ്ങനെയല്ല, കുറച്ച് ഷൈയായ ക്രൗഡിനൊക്കെ കുറച്ച് പേടിയുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെ ആയ ഒരാളെ സംബന്ധിച്ചോളം എനിക്ക് കാളവേലയ്ക്ക് ഇതിനൊക്കെ പോകുമ്പോൾ നിങ്ങൾ സ്ഥലങ്ങളിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ഊർജ്ജം ഇതൊക്കെ ഉണ്ട്, പക്ഷേ അത് ഇപ്പോഴും ഒരേ ഊർജ്ജം ഉണ്ടായിരിക്കുക. ചിലപ്പോൾ ഇങ്ങനെ മുണ്ടാണ്ട് നിൽക്കും ഒരു മുക്കിൽ, അങ്ങനെയൊക്കെ ഒരു കാര്യമുണ്ട്. അപ്പോൾ കൂടെ ഒരാളുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് പോകും. ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ എന്തുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം. എന്തൊക്കെയാണ് ഞാനിപ്പോൾ ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ആണെങ്കിൽ നിങ്ങളങ്ങനെ പറയാം. പറ്റുകയാണെങ്കിൽ 1-2 പേരും കൂടെ കൂട്ടിയിട്ട് ഇത് കുറച്ചുകൂടി വലിയൊരു ചാനലാക്കി മാറ്റിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ച് വരുന്നുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. എന്തൊക്കെ ഞാൻ ഇനി കൂടുതൽ ശ്രദ്ധിക്കണമെങ്കിൽ ഒക്കെ ഒന്ന് പറഞ്ഞു തരിക. നിങ്ങൾക്ക് ഇപ്പോൾ ചില കാളകളെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല അറിവുണ്ടായിരിക്കും, നല്ല വിവരമുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. അതുപോലെ ഈ കാളവേല അതിൻ്റെ പഴമയിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലണമെന്നുണ്ട്. ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ട്രെൻഡ് മാത്രമല്ല, അതിൻ്റെ ഒരു പഴമ ഉണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ ചികഞ്ഞ് പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പ്രായോഗികമായ കുറേ ബുദ്ധിമുട്ടുകളും പരിപാടികളൊക്കെ ഉണ്ടായിരിക്കും. എന്നാലും അതിനൊക്കെ അതിജീവിച്ച് പറ്റണ പോലെ മുന്നേറണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാം. അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ രേഖപ്പെടുത്തുക, പ്രോത്സാഹിപ്പിക്കുക. പിന്നെ നമ്മൾ കാളത്തലകൾ ഉണ്ടാക്കി കൊടുക്കുന്നത്, ചെറിയ കാളത്തലകൾ 15 സെൻറ്റിമീറ്റർ, 20 സെൻറ്റിമീറ്റർ, 25 സെൻറ്റിമീറ്ററിൻ്റെയൊക്കെ ഉള്ളത് മൾട്ടിവുഡ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ താല്പര്യമുള്ളവർ പറയുക. ഞാനിപ്പോൾ ഇന്നലെ ഒരു കാളത്തലയുടെ അതിൻ്റെ ഷേപ്പ് ഒന്ന് മാറ്റി. അപ്പോൾ ഞാൻ നമ്മുടെ കുഞ്ഞ് കാളകളെയൊക്കെ കുട്ടികളേവിലേക്ക് മറ്റേ കാവിലേക്ക് കയറ്റിയിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സന്തോഷമുണ്ട്. കുറേ ആളുകൾ അവിടെ കൂടിയിരുന്ന ആ സമയത്ത്. കുറേ ആളുകൾ ഞാൻ പിറ്റേ ദിവസം വലിയറാട്ട് കഴിഞ്ഞിട്ട് പോരുന്ന ദിവസം അവിടെ ലൈവ് ഇടാൻ വേണ്ടിയിട്ട് അവിടെ പോയ സമയത്ത്, കാളയിലേക്ക് അങ്ങോട്ട് പോയ സമയത്ത് കുറേ ആളുകൾ അവിടെ വന്നിട്ട്, കുട്ടികളും മുതിർന്ന ആളുകളും കപ്പിൾസൊക്കെ അവിടെ വന്നിട്ട് നമ്മുടെ കുഞ്ഞിക്കാളകളുടെ ഫ്രണ്ടിൽ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കട്ടായിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷത്തൊക്കെ കാണുമ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞത് പ്രോത്സാഹിപ്പിക്കുക, കൂടെ നിൽക്കുക. വീഡിയോസ് കാണുന്ന എല്ലാവർക്കും എല്ലാവരോടും സ്നേഹം, സന്തോഷം, നന്ദി.